ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സനഹാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വെക്കേഷനൊക്കെ പോയൊരു പോക്കേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ എല്ലാവരും വോട്ട് ചെയ്ത് നിൽക്കുന്നത് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ലേഗ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് നല്ല ക്യൂട്ട് നെസ്ലിപ്പം തന്നെ തുടങ്ങിയാലോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ ഇതേപോലത്തെ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെസ്ലിപ്പിൻ്റെ സൈസിൽ എന്ത് ചെയ്യുക, ഒന്ന് മടക്കി കൊടുക്കുക. അതായത് ഞാൻ ഈ ഒരു സൈസിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് നെസ്ലിപ്പ്. എന്നിട്ട് അതെന്ത് ചെയ്യുക, ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ മൊത്തത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതേപോലെ ബോർഡറും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മൊത്തം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. ഒട്ടിക്കുകയാണെങ്കിലും ഒട്ടിക്കും ചെയ്യാം. അപ്പം ഞാനിവിടെ വരച്ചാട്ടോ കൊടുക്കുന്നത്. ഇത് നമ്മൾ നെസ്ലിപ്പുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. നെയിം, ക്ലാസ് അതൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ചും കൂടി പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ബോർഡറിൽ കുറച്ച് ലൈൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മൊത്തം എന്ത് ചെയ്യാം, ഇതിന് കളർ ചെയ്തെടുക്കാം. അങ്ങനെ മൊത്തത്തിൽ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സ്റ്റിക്കേഴ്സൊക്കെ വരച്ചിട്ടുള്ളത് നമ്മുടെ പേപ്പർ കോപ്പി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് പേപ്പർ കോപ്പി യൂസ് ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കവായ് സ്റ്റിക്കേഴ്സിൻ്റെ വീഡിയോയിലാണ്. കാണാത്തവർ പോയി കാണുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള നെസ്ലിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ഈ യൂണിക്കോൺ വരച്ചതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സംഭവം കിടിലനായിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ക്യൂട്ട് പെൻസിൽ പൗച്ച് ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കിയ വെച്ച് ഏറ്റവും സിമ്പിളായത് ഈ ഒരു പൗച്ചാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഒരു A4 പേപ്പർ എടുത്തിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക, ഞാൻ മടക്കണ പോലെ എന്ത് ചെയ്യുക, ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ആ രണ്ട് സൈഡ് എന്ത് ചെയ്യുക, ഓപ്പൺ ആയി കിടക്കുന്നത് എന്ത് ചെയ്യുക, ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് സാധനങ്ങളൊക്കെ പെന്നും പെൻസിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്തുള്ള സ്റ്റിക്കേഴ്സിൽ ഒരു ഐസ്ക്രീം സ്റ്റിക്കറും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു പൗച്ചിലായിട്ട് ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇതിന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു കുഞ്ഞ് നമ്മുടെ ഒരു പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുത്ത് ഞാൻ എല്ലാത്തിലും ഇതേപോലെ എന്ത് ചെയ്ത് ബോർഡറിൽ ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ വരച്ച് കൊടുക്കാട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പൗച്ച് ലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് എൻ്റെ അടുത്തുള്ള ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഈ സ്റ്റിക്കറും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് എന്ത് ചെയ്തൊക്കെ ബ്ലാങ്ക് ആയി കൊടുക്കണോണ്ട് ഞാൻ കുറച്ച് സ്റ്റാറും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു യെല്ലോ കളറിൽ കൊടുത്തതിന് ശേഷം ബ്ലാക്ക് കളറിൽ എന്ത് ചെയ്ത് ഒന്ന് ബോർഡറൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം നല്ല ഈസിയാണ് ഈ ഒരു പൗച്ച് ഉണ്ടാക്കാൻ വേണ്ടി. നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാം. ഞാനിപ്പോൾ അത് സ്കെച്ചാണ് ഇപ്പോൾ ഇതിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് എന്താ സ്കെച്ചൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള പൗച്ച് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്കൂൾക്ക് ഇതിലൊക്കെ പെന്നും പെൻസിലൊക്കെ ഇട്ട് വെക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്കെയിൽ ഉണ്ടാക്കി എടുത്താലും. എല്ലാവരും സ്കൂളിലൊക്കെ പോകുമ്പോൾ നെട്രാജിൻ്റെ സ്കെയിൽ തന്നെ ആയിരിക്കും എല്ലാവരും കയ്യിലുണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല പേപ്പറിനോണ്ട് തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്കെയിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു സ്കെയിൽ എടുത്തിട്ട് ആ ഒരു അളവിൽ എന്ത് ചെയ്യുക, പേപ്പറിൽ വെച്ചിട്ട് ഒന്ന് വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന എല്ലാ ക്രാഫ്റ്റും നല്ല ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് അതിൽ ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ബോർഡറിനായിട്ട് ഞാൻ വീണ്ടും ആ ഒരു സൈഡ് അതിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്കെയില് അതിൻ്റെ അപ്പുറത്തെ സൈഡ് വെച്ചാണ്ട് ആ സ്കെയിലിൻ്റെ അതേ സൈസിൽ ഒന്ന് എന്ത് ചെയ്യുക, വരച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇപ്പോൾ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ താഴത്തെ ഭാഗം ബ്ലാങ്ക് ആയി കിടക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടി ഞാൻ വീണ്ടും കുറച്ച് സ്റ്റാർസ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പൗച്ചിൽ വരച്ച പോലെ തന്നെ ഞാൻ സ്കെയിലും വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഒരു സ്റ്റാറിൻ്റെ സ്കെയിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് മൊത്തം ഒന്ന് കളർ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ മൊത്തത്തിൽ കളർ ചെയ്ത് നമ്മൾ സ്കെയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്ത് കുറച്ചും കൂടി കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ബാക്ക് സൈഡ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കട്ടി കിട്ടും.
അപ്പോൾ ഫ്രണ്ട്സ് എനിക്ക് ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഞാനെല്ലാം ഒട്ടിച്ച് വന്നപ്പോൾ അത്ര അങ്ങോട്ട് കട്ടി കിട്ടിയിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, 2 പേപ്പർ ആ ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക ഒട്ടിക്കുക. അപ്പോൾ നല്ല കട്ടി ഉണ്ടാവും. എന്തായാലും നമ്മുടെ സ്കെയിൽ നന്നായി കിടിലനായിട്ട് വർക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി എല്ലാവരും നെട്രാജിൻ്റെ സ്കെയിലൊക്കെ മാറ്റി ഈ ഒരു ക്യൂട്ടായിട്ടുള്ള സ്കെയിലൊന്ന് കൊണ്ടുപോയി നോക്കാം. സംഭവം കിടിലനാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ക്രാഫ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഒരു ഹോംവർക്ക് നോട്ട്സ് ആണ്. ഇത് എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആവും കേട്ടോ ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സ് ഹോംവർക്കൊക്കെ തരും. അന്നെന്താവും നമ്മൾ വീട്ടിലെത്തുമ്പോൾ എന്ത് ചെയ്യും, ഹോംവർക്കിൻ്റെ കാര്യമൊക്കെ മറന്നു പോകും. പിന്നെ പിറ്റേ ദിവസം സ്കൂളിലെത്തുമ്പോഴായിരിക്കും ഹോംവർക്കുള്ള കാര്യം അറിയണത് തന്നെ. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഹോംവർക്കും കാര്യങ്ങളും തരുന്നത്. അപ്പോൾ ഇതിലെന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെക്കുക എന്താണ് ഹോംവർക്ക് എന്ന്. അപ്പം ഞാനിപ്പോൾ നല്ല ക്യൂട്ടായിട്ടാണ് കേട്ടോ ഇതൊക്കെ വരച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള മോഡലിൽ കൊടുക്കാം. പിന്നെ ഞാൻ അപ്പുറത്ത് എന്തിനാണ് ബോക്സ് വരച്ച് വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഹോംവർക്ക് എഴുതിയതിൻ്റെ ശേഷം ആ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ചും കൂടിയും ക്യൂട്ടാക്കാൻ വേണ്ടി ഫ്ലവേഴ്സും വരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഇതേപോലെ ഡിസൈൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഹോംവർക്ക് നോട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ ഹോംവർക്ക് ഒന്നും മറക്കത്തില്ല. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇനി നമുക്കൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയെടുത്താലോ. നമ്മൾ എക്സാമിനും കാര്യങ്ങൾക്കൊക്കെ പഠിച്ചെടുത്തിട്ട് പിറ്റേ ദിവസം പഠിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ഏത് വരെയാണ് പഠിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകും. അപ്പോൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ ഒരു ബുക്ക് മാർക്ക് നല്ല യൂസ്ഫുൾ ആവും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു സൈസിൽ എന്ത് ചെയ്യുക, പേപ്പർ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് കൊടുക്കുക. ഞാൻ കുറച്ച് ക്ലൗഡൊക്കെ വരച്ച് കുറച്ച് ബ്ലൂ കളറിലുള്ള ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് എന്ത് ചെയ്യുക, ടേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കാം. നമുക്ക് എക്സാമിൻ്റെ സമയത്ത് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ബുക്ക് കഥ ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ ലാസ്റ്റ് എവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇത് എന്ത് ചെയ്യുക, ആ ഒരു ബുക്കിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഏത് വരെയാണ് എത്തിയതെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ കുറച്ചും കൂടി ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു ടെഡിയും കൂടി അവിടെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ബുക്കിലാണോ വേണ്ടത് അവിടെ എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് വെച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്യൂട്ടായിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കിയാലോ. സ്കൂളിൽ നിന്ന് എന്തെങ്കിലും നോട്ട്സൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഒരു മിനി ആയിട്ടുള്ള ഒരു നോട്ട്സാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വലുതാക്കണമെങ്കിൽ വലുതൊക്കെ ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇതിൽ ഡിസൈൻ ആയിട്ട് സ്റ്റാർസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ബോക്സും വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എഴുതാൻ വേണ്ടി കുറച്ച് എന്ത് ചെയ്ത് ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മിനി ആയിട്ടുള്ള ഒരു നോട്ട്സാണ്. അപ്പോൾ സംഭവം ഇതും നല്ല യൂസ്ഫുള്ളാണ്. അങ്ങനെ നമ്മുടെ നോട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ ക്രാഫ്റ്റ്സിൻ്റെ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത്രയും ഐറ്റംസാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള പൗച്ച് ഉണ്ട്. നല്ല അടിപൊളിയാണ്. നമുക്ക് എല്ലാ ഐറ്റംസും ഇട്ട് വെക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ ബുക്ക് മാർക്കാണ്. നമുക്ക് ഇത് ആവശ്യമുള്ള സമയത്തൊക്കെ ബുക്കിൽ പഠിച്ചു വെച്ചാൽ ഇത് വെച്ചെടുത്താൽ മതി. പിന്നെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള നെസ്ലിപ്പുമാണ്. നമ്മുടെ ബുക്സിലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെക്കാൻ പറ്റും. പിന്നെ ഞാനൊരു നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു ഹോംവർക്കിൻ്റെ ഒരു നോട്ടും ഉണ്ട്. പിന്നെ നമുക്ക് നോട്ട്സ് എഴുതാൻ പറ്റിയ ഒരു ലിസ്റ്റും ഉണ്ട്. പിന്നെ നമ്മുടെ സ്കെയിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾ സ്കൂളിലുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിയെന്നുള്ള കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ ബൈ.